എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ഒരു പാവം കൊച്ചിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ ഇട്ടിട്ട് പാട് നോക്കി പോവാം. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പാവം കൊച്ചു വെറുതെ ചോദിച്ച് മേടിക്കുകയാണ്. അപ്പോൾ അതായത് പാവം കൊച്ചു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പാവം കൊച്ച് ആരുടെയും വീഡിയോസ് ഒന്നും കാണാറില്ല. എന്നെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങളൊക്കെ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് പൂച്ചെണ്ടുകളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പാവം കൊച്ചിന്. പക്ഷെ പാവം കൊച്ച് ആരുടെയും വീഡിയോ കാണത്തില്ല എന്ന് പറയുകയും ചെയ്യും, പാവം കൊച്ച് എല്ലാവരുടെയും വീഡിയോ കാണുകയും ചെയ്യും. അതായത് ഇപ്പോൾ അടുത്ത സമയത്ത് ചേർത്തല ഇവരൊരു ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടി പാർലറിന്റെ. അപ്പൊ ആ ഒരു സമയത്ത് SP വ്ലോഗ് എന്ന് പറയുന്ന ആ ചാനലിൽ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. SP വ്ലോഗ് നമുക്കറിയാം, ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു പാവം കൊച്ചിനെ പറ്റിയിട്ട് വിമർശിക്കുന്ന വീഡിയോകളാണ് കൂടുതലും ഇടാറുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ, നല്ലത് ഇടാനായിട്ട് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പാവം കൊച്ചിനെ പറ്റിയിട്ട് കൂടുതൽ വിമർശനങ്ങൾ അവർ ഇടാറുമുണ്ട്. അപ്പോ ആ ഒരു സംഭവം ഈ പാവം കൊച്ചു കാണുകയും, പാവം കൊച്ചു ആരുടെയും വീഡിയോസ് കാണില്ല എന്നാണ് പറയുന്നത്, എന്നാൽ പോലും പാവം കൊച്ചു കാണാനിടയായി. അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടിയെ വിളിച്ചിട്ട്, അതായത് SP വ്ലോഗിലെ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ പാവം കൊച്ച് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പാവം കൊച്ച് ആരുടെയും വീഡിയോ കാണത്തില്ല എന്നും പറയും, പാവം കൊച്ചിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഇതിനു മുമ്പ് പല തവണ ഷെഫീന ബീഗം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബറുമായിട്ട് പല സമയങ്ങളിലും പാവം കൊച്ചു ഉരസിയിട്ടുണ്ട്. കാരണം വളരെ സ്പഷ്ടമായിട്ട് നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഷെഫീന ബീഗം എന്ന് പറയുന്ന യൂട്യൂബർ. അപ്പൊ അവര് പറയുന്ന വാക്കുകൾ പലപ്പോഴും പലർക്കും അതുകൊണ്ട് തന്നെ ദഹിക്കാതെ വരും. അപ്പോൾ ഈ ഒരു പാവം കൊച്ച് ബിഷപ്പിനെ അപമാനിച്ച സമയത്ത് ഈ പറയുന്ന ഷെഫീന ബീഗം അവരുടെ ചാനലിൽ വന്നിട്ട് അവര് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് നാണമുണ്ടോ, ബിഷപ്പ് തന്ന വസ്തുവിൽ കയറി കൂടിയിട്ട് അദ്ദേഹത്തെ നിരന്തരം അപമാനിച്ച് അദ്ദേഹത്തെ വിഷപ്പാമ്പ് എന്ന് വരെ വിളിക്കാനായിട്ട് നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ അട്ടിപ്പേർ കിടക്കാതെ ഇറങ്ങി പോടി എന്നൊക്കെയുള്ള രീതിയിൽ ഈ പറയുന്ന ഷെഫീന ബീഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് മാത്രമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവം കൊച്ചിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. അങ്ങനെ പാവം കൊച്ച് നല്ലൊരു മറുപടി ഈ പറയുന്ന നമ്മുടെ ഷെഫീന ബീഗത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മറുപടി കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരിയോട് നിങ്ങൾ ആവശ്യമില്ലാണ്ട് സംസാരിക്കാൻ പോവാതിരിക്കുക. കാര്യം അവരുടെ നാവിനെ നിശ്ചലമാക്കാൻ നിങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കത്തില്ല. ആ ഒരു നാവ് പിഴുതെറിഞ്ഞാലും അത് ആ കിടക്കുന്ന സ്ഥലത്ത് കിടന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കൂ, വിമർശിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജ് ഞാൻ എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ ഇവര് കൂടുതൽ ഷെഫീന ബീഗത്തെ പോലെ ഉള്ള ഒരു യൂട്യൂബറോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ പണ്ടത്തെ കൂതറ സ്വഭാവം പുറത്തു വരത്തേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് യാതൊരുവിധ ഉപയോഗവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി മാത്രം സംസാരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു ഇത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെടുത്ത് എന്ത് നമ്മൾ ചോദിച്ചാലും അവരുടെ പക്കല് മൂന്നാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ തരാനുള്ള മറുപടി സ്റ്റോക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെടുത്ത് ആവശ്യമില്ലാതെ മുട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ വീണ്ടും കുരുപൊട്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണോ എന്തോ ഓടിക്കൊണ്ടുവരുന്നത്. അതായത് ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നു എന്ന് പറയില്ലേ, അതാണിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമ്മളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. രേണുവിന് പല്ലിന്റെ ട്രീറ്റ്മെന്റോ മറ്റോ നടത്തുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്ക് വായ തുറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് പോലും വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ ഷെഫീന ഇത്തയ്ക്ക് ഇട്ടിട്ട് നല്ല ഒരു താങ്ങ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രേണു വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ലേ, ഷെഫീന ഇത്തയ്ക്ക് ഒരു താങ്ങ് അങ്ങോട്ട് കൊടുത്താൽ 9 താങ്ങ് ആ സ്പോട്ടിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോ എന്തായാലും നമ്മുടെ രേണു പറയുന്ന കേട്ടിട്ട് വരാം. പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ്, എനക്കാൻ വയ്യ, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ, നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടെന്ന്. ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കി നടക്കുന്നത്. എടി, നിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ്, നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ, അവർ കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന മരവാഴകളില്ലേ, അവർ കാണരുട്ടോ. രേണുസുതി നിൻ്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ.
നീ ഇട്ടോണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടോണ്ടിരിക്കും ഷഫീന. കേട്ടോടി, നിന്നെ എടിയും തന്നെ വിളിക്കും. നീ എന്നെ എടിയെന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെഫീന ഇത്ത നാണം കെട്ടവളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എന്തായാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ ആ ആളിനോട് മുട്ടാനായിട്ട് നിൽക്കുമ്പോൾ അത് ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെഫീന ഇത്തയോട് സംസാരിച്ച് ജയിക്കാനായിട്ട് പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാലും നിയമവശങ്ങൾ വളരെയധികം ആലോചിച്ച് മാത്രം സംസാരിക്കുകയും വീഡിയോ ചെയ്താൽ പോലും ആ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയൊക്കെ വളരെ ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു സഹോദരി. അപ്പോ എന്തായാലും നമ്മുടെ പാവം കുട്ടി ചോദിച്ചു മേടിച്ചു എന്നേ പറയാനുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു പാവം കൊച്ചിനെ വെച്ചിട്ട് ഒരുപാട് വയലൻസ് ആയിട്ട് സംസാരിച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ പാവം കൊച്ചു കാണാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും ഇതിനുള്ളൊരു മറുപടിയായിട്ട് ശരവേഗത്തില് നമ്മുടെ ഷെഫീന ബീവി ഇത്ത എത്തിയിട്ടുണ്ട്. അപ്പോ ഇത്ത പറയുന്നത് കുറച്ച് കടുകട്ടിയുള്ള വാക്കുകളാണ്. പാവം കൊച്ചെന്തായാലും പുഴുത്ത തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ഇത്തയുടെ വായിൽ നിന്ന് വരുമ്പോ അത് ചിലപ്പോ പാൽപ്പായസവും കടുംപായസവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാനിവിടെ നമ്മുടെ ഇത്തയുടെ ആ ഒരു വോയിസ് വെച്ച് തരാം. പക്ഷെ ആ ഒരു വോയിസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഹെഡ്സെറ്റ് ഒക്കെ ഉള്ള ആളുകൾ അതൊക്കെ എടുത്ത് ചെവിക്കകത്ത് കുത്തി കയറ്റിക്കൊള്ളണം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് നിൽക്കണ്ട, കേൾക്കാനും നിൽക്കണ്ട. അപ്പൊ എന്തെങ്കിലും നമുക്ക് ആ ഒരു വോയിസ് കോൾ കേട്ടിട്ട് വരാം കേട്ടോ. അപ്പൊ ഇനി എടി എന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാനത് കേട്ടു. ഞാൻ ഈ വീഡിയോയ്ക്ക് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചു. നാണം കെട്ടവളെ എന്ന് പറയാനായിട്ട് ഞാൻ രേണു സുധിയെ പോലെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന സമയത്ത് അവിഹിത ബന്ധത്തിൽ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ പ്രേമം അഭിനയിച്ച് അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി അവന്റെ ഒപ്പം ഒളിച്ചോടി അങ്ങനെ കൊച്ചുണ്ടാക്കിയോളല്ല. എന്റെ ഭർത്താവ്, അതായത് ഞാൻ വിവാഹം കഴിച്ചതിൽ അവരൊക്കെ തന്നെ സിംഗിൾ ആണ്. രണ്ടുപേരെ വിവാഹം കഴിച്ചിട്ടുണ്ട്, രണ്ടുപേര് സിംഗിൾ ആയിരുന്നു. അവരെന്നെ വിവാഹം കഴിക്കുമ്പോൾ മറ്റൊരു ഭാര്യ ഇല്ല, മറ്റൊരു പ്രേമം ഇല്ല, അവർ സിംഗിൾ തന്നെയായിരുന്നു. മറ്റൊരാളുടെ എച്ചിൽ ഞാൻ വാങ്ങിയെടുത്തിട്ടില്ല, രണ്ടും സിംഗിൾ തന്നെയായിരുന്നു. അപ്പൊ 2 വിവാഹം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി ഗർഭം മത്സരിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖമാണ്, എന്റെ കുട്ടിക്ക് വളർച്ച കുറവാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പ്രസവിച്ച് വളർത്തു വന്നതിനപ്പുറം ഞാൻ നിന്നെ പോലെ ഒരു കൊടും ക്രിമിനൽ അല്ല. വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊന്നു കളയാനും മാത്രമുള്ള ഭ്രാന്ത് എനിക്കില്ല. നീ അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ത്രീകൾ ഒന്നടക്കം അത് ചെയ്യുന്നു എന്ന ഒരു നരേഷന് കൊണ്ടുവന്ന വൃത്തികെട്ട ജന്തുവാണ് നീ. നീ എന്നെ ഉപദേശിക്കാനായിട്ടില്ല. ഷെഫീന ജീവിക്കുന്നത് വാടക വീട്ടിലാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്. നാട്ടുകാരുടെ ഭിക്ഷയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ കിടക്കുന്ന കട്ടിൽ, മെത്ത, തലയണ, ഉപയോഗിക്കുന്ന വസ്ത്രം ഒക്കെ ഞാൻ സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലാതെ നാട്ടുകാരുടെ ഭിക്ഷയല്ല. അപ്പോൾ നാണം കെട്ടവൾ ആരാണ്? എനിക്ക് അഭിമാനമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സമ്പാദിച്ച പൈസ കൊടുത്ത് വാടകയ്ക്ക് ഞാൻ താമസിക്കുന്നത്. എന്റെ സ്വന്തം വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിലെ ഓരോ കല്ലും ഓരോ തരി മണലും എന്റെ വിയർപ്പിന്റെ ഭാരമാണ്. എന്റെ ഉമ്മായോ വാപ്പായോ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അവരെടുത്ത് നീങ്ങി നിൽക്കാൻ ഞാൻ ഇന്നവരെ സംസാരിക്കുകയോ അങ്ങനെ ഒരു കാര്യമോ ഇതുവരെയും ഇല്ല. നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ കൈകളിൽ തൂങ്ങിയാടി അപ്പം വിൽപ്പന നടത്തിയിട്ടില്ല ഞാൻ. അപ്പക്കച്ചവടക്കാരിയല്ല ഞാൻ. എന്റെ അപ്പവും പൊക്കിളും കാണിച്ചുകൊണ്ട് എനിക്ക് പണം ഉണ്ടാക്കണ്ട. അങ്ങനെ പണം ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് ഞാൻ നാണമുള്ളവളാണോ അല്ലയോ എന്ന് അതിനകത്തുണ്ട്. അങ്ങനെ നാണമുള്ളവളാണ് എങ്കിൽ അപ്പ വിൽപ്പന നിർത്തിയിട്ട് അങ്ങ് ഇരിക്കണം. മാപ്പിള ചത്ത് കുഴിയിൽ അയാളുടെ ശവം പുഴു അരിച്ച് തീരുന്നതിന് മുമ്പേ മേക്കപ്പും ഇട്ട് ഇറങ്ങി നാട്ടുകാരെ ഊമ്പിക്കലായിരുന്നില്ല ഷെഫീന ബീവി എന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭർത്താവ് മരിച്ച് ആദ്യത്തെ 6 വർഷം എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്നുപോയ സ്ത്രീയാണ്. ഭർത്താവിന്റെ ഓർമ്മകളിൽ ഒരു സൈഡ് മുഴുക്ക പാരലൈസ് ആയി കിടന്നുപോയവളാണ്. അവിടെ കിടന്നുകൊണ്ട് ആകെ കയ്യനക്കാം മനസ്സും തലച്ചോറും മരവിച്ചാത്തത് കൊണ്ട് അതിൽ കൂടെ എന്നെ കൊണ്ട് അറിയുന്ന ജോലി ചെയ്ത് അന്തസ്സായിട്ട് എന്റെ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്റെ തന്നെ മിടുക്കാണ്, എന്റെ വിയർപ്പാണ്. അല്ലാതെ നാട്ടുകാരുടെ പിച്ചയല്ല. എന്റെ കുട്ടികൾ ആഹാരം ഭക്ഷിക്കുന്നത് നാട്ടുകാരുടെ ഭിക്ഷയല്ല. ഞാൻ താമസിക്കുന്ന വീട് എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. നാട്ടുകാരുടെ ഭിക്ഷയല്ല. ഞാൻ പിച്ചക്കാരിയല്ല. എനിക്ക് നാണം കെടേണ്ട ആവശ്യമില്ല. ഡയമണ്ട് മറ്റത് മറിച്ചത് ഒന്നും എനിക്ക് ഭിക്ഷ കിട്ടിയിട്ടില്ല. ഒരു ഡയമണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, 2000 ദിർഹത്തിന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എന്റെ ഹസ്ബൻഡിന്റെ വിവാഹ സമ്മാനമാണ്. വിവാഹം കഴിച്ചാൽ ഉടനെ മൂക്കുത്തി ഇടുക എന്നുള്ളത് അവരുടെ കസ്റ്റമാണ്. അന്ന് അദ്ദേഹം 2000 ദിർഹത്തിന് അന്ന് വാങ്ങി തന്നതാണ്. 2008 വാങ്ങി തന്നതാണ് ഈ മൂക്കുത്തി. അപ്പോൾ ആ വിവാഹ സമ്മാനം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മാലയും കമ്മലും ചട്ടിയും പാടിയും വാങ്ങിയല്ല ഞാൻ ജീവിക്കുന്നത്. ഏകദേശം പിടികിട്ടിയില്ലേ? പിച്ചക്കാരികൾ ഷെഫീനായ എടി പൊടി എന്ന് വിളിച്ചാൽ വീട്ടിൽ കയറി ചെവിടടിച്ച് ഞാൻ പൊട്ടിക്കും. പിന്നെ അപ്പത്തിൽ കമ്പി പര കുത്തി കയറ്റും. ഒന്ന് ഊതിയാ വീഴാനുള്ളതേ ഉള്ളൂ. നീ അത് മലന്ന് പോവണ്ട. അടിച്ച് ഞാൻ പൊളിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് ഈ മേൽക്കൊണ്ട് ചെബീന ബീവി എന്നങ്ങനെ വിളിച്ച നാക്കാളി മോളെ എന്താ ചെയ്യുമെന്ന് എനിക്ക് എന്നൊരു രൂപം തിരിയുന്നില്ല കേട്ടോ. ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ച് വളർന്ന സ്ത്രീ തന്നെയാണ്. ഞാൻ മരിക്കുന്നത് ഇസ്ലാമായിട്ട് തന്നെ മരിക്കുള്ളൂ, ഒരു മാറ്റമില്ല. എന്ന് വെച്ച് മറ്റു മതവിഭാഗക്കാരോട് എനിക്ക് ശത്രുതയോ അവരെ വെച്ച് മുതലെടുക്കുന്ന പരിപാടിയോ എനിക്കൊരു മറ്റു മതവിശ്വാസങ്ങളിലേക്ക് ചാടി കയറി അവരെ വലിപ്പിച്ച് അവരുടെ പൈസ വാങ്ങി നക്കിയിട്ട് അവരുടെ വിശപ്പിനെ തെറി വിളിക്കാനും മാത്രം പ്രാന്തില്ല. അങ്ങനെ പ്രാന്തിയല്ല ഞാനേ. അപ്പുറവും ഇപ്പുറവും ബഹ്റിലും ദുബായിലും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുറിക്കോയക്ക് തുണിമുക്കി കൊടുക്കുന്ന ചരിത്രവും ഷെഫീന ബീവിക്കില്ല. അങ്ങനെ ജീവിക്കുന്ന തേർഡ് റേറ്റ് ക്രിമിനൽ എന്റെ കാര്യം പറഞ്ഞേണ്ട കാര്യമില്ല. മനസ്സിലായോടി?
മേൽക്കൊണ്ട് എന്റെ വിഷയം നീ പറഞ്ഞാൽ കേൾക്കുന്ന ആരായിരുന്നാലും പോലീസുകാരായിരുന്നാലും ഇവളെ ഞാൻ വീട്ടിൽ കയറി തല്ലും. ഒരു തർക്കവും വിചാരിക്കണം, എന്റെ വണ്ടി നിന്റെ മിറ്റത്തുണ്ടാവും, ഇടിച്ച് ഞാൻ പൊളിക്കും. മനസ്സിലായോ? എന്നെ നീ വഴക്കിന് വിളിക്കണ്ട. ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ സജീനയല്ല, ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. നിന്റെ എന്ത് തോന്നിവാസത്തിനും ഞാൻ കൂട്ടു നിൽക്കും, മിണ്ടാതെ നിൽക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാറിയുടെ മോളെ പിച്ചക്കാരി, പിച്ചയെടുത്ത് ജീവിക്കുന്ന പിച്ചക്കാരി, വയറ്റിൽ കൊടുത്ത സ്വന്തം കുഞ്ഞിനെ നാട്ടുകാരെ മുമ്പിൽ മാന്യയാവാൻ വേണ്ടിയിട്ട് അറുത്തും മുറിച്ചും കത്രികയിലിട്ട് പൂട്ടിയും കൊന്നു കളഞ്ഞ വിഷജന്തുവേ, എന്റെ കാര്യം നീ സംസാരിക്കണ്ട. നിന്റെ ചാനലിൽ കൂടെ എന്റെ പേര് നീ പറയണ്ട. മനസ്സിലായി? തക്കാളി വെച്ചിട്ട് പോടി കഴു എരുമുണ്ട്. ഇത് ഞാൻ മ്യൂട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കൊച്ചു പിള്ളേരും കൂടെ കാണുന്ന ചാനൽ ആയതുകൊണ്ടാണ് കേട്ടാ. ഇതെല്ലാം നിനക്ക് ആ ലിപ്സിംഗിൽ കൂടെ മനസ്സിലാവും. നീ ആരുടെ ചോദിച്ചാൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഇത് ഞാൻ നേരിട്ട് വന്ന് ഞാൻ തരുന്നു, ആണാക്കി തരും. എന്നെ കൊണ്ട് ചെയ്യരുത്. മനസ്സിലായി? എന്തിരച്ചി മരുവടി വരെ ഞാൻ എടുക്കുന്നത്. നിന്റെ മരുവടി ആയിരിക്കും ചോദിച്ചാൽ അറിയാലോ. ഒരു മരുവടി ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു, മരുവടിക്കാരി. അപ്പൊ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ പറയുന്ന പാവം കൊച്ചിന്? എന്തിനാണ് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പാവം കൊച്ചു തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പാച്ചാരുടെയും വീഡിയോ കാണാറില്ല, ആരും എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല, നിങ്ങൾ എനിക്കെതിരെ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് കിട്ടുന്ന പൂച്ചെണ്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനമൊക്കെ അടിച്ചിട്ട് ഇപ്പൊ പാവം കൊച്ചിന് എന്താ മറ്റുള്ളവർ പറയുമ്പോ വല്ലാതെ വേദന തോന്നുന്നുണ്ടോ? അങ്ങനെ വേദന തോന്നുന്നുണ്ടെങ്കിൽ പാവം കൊച്ചൊരു സൈഡിൽ പോയിരുന്ന് കരയുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പോ ഷെഫീന ഇത്തയോട് സംസാരിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് മേടിച്ച് കെട്ടിയല്ലോ, ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നു? പാവം കൊച്ചു ചോദിച്ച് മേടിച്ചു എന്നേ പറയാൻ കഴിയൂ. ഇതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ പോക്കർത്തരത്തിനും ജനങ്ങൾ വിമർശിക്കും. അപ്പൊ ആ ഒരു വിമർശിക്കുന്ന സമയത്ത് വിമർശിക്കുന്നവരുടെ എല്ലാം വായ കെട്ടി വെക്കാനായിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. അത് നിങ്ങളിട്ട് ചെയ്യത്തുമില്ല, അല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയുന്നത് എന്താന്ന് വെച്ചാല്, അയ്യോ ഒരു വിധവയെ അപമാനിക്കുന്നു, ആ ഒരു പാവം കുട്ടി ജീവിച്ചോട്ടെ, ഒരു വിധവയെ എന്തിനിങ്ങനെ വേട്ടയാടുന്നു എന്നൊക്കെ ചോദിക്കുന്ന കുറച്ചധികം എന്താണ് പറയുന്നത്, കുറച്ചധികം വിവരദോഷികളുണ്ട്. അപ്പോൾ ആ ഒരു വിവരദോഷികളുടെ അടുത്തൊന്നും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആ വിവരദോഷികളൊക്കെ വന്നിട്ട് എന്റെ ചാനലിൽ തെറി വിളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തത് ഞാൻ തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. വീഡിയോയിൽ ഒരു അനാവശ്യ വാക്കുകൾ ഞാൻ പറയാറില്ല. കാരണം എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതും പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കിടന്ന് അനാവശ്യ വാക്കുകൾ സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, നല്ല വൃത്തിയായിട്ട് തിരിച്ചു കിട്ടിയിരിക്കും. അതെന്തായിരിക്കും തരുന്നതെന്ന് എനിക്ക് പോലും ഒരു നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഈ കമന്റുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ അയ്യോ ഒരു പാവം കൊച്ചു അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അയ്യോ ആ പാവം കുട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിലെ ആദ്യത്തെ വിധവ ഈ ഒരു പാവം കൊച്ചൊന്നും അല്ല. എനിക്ക് അറിയില്ലേ നമ്മുടെ മണിച്ചേട്ടൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ആയിട്ട് നമുക്ക് ശരിക്കും ഇന്ന് ഓർക്കുമ്പോൾ നെഞ്ചും കൂടിനകത്ത് ഒരു വേദന തന്നെയാണത്. ആ ഒരു വേദന എത്ര കാലം കഴിഞ്ഞാലും മാറത്തില്ല ഒരു മലയാളിക്കും, അല്ലേ? അതേസമയം ഈ സുധിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം വേദനയൊന്നും നമുക്ക് ആർക്കും തോന്നാറില്ല. സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരനായിരുന്നു എന്നതിനേക്കാളേറെ അത്രയും വലിയ ഒരു സംഭവമൊന്നും ആയിരുന്നില്ല. സാധാരണ രീതിയിലുള്ള ഒരു മിമിക്രിക്കാരൻ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തെ പറ്റിയിട്ട്. അല്ലാതെ ഭയങ്കര അനശ്വര നടനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കിട്ടിയത് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു പേരും ഒക്കെ കിട്ടിയതെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്, അതിനു മുമ്പേ അല്ല. അപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള രേണുവിന്റെ കരച്ചിലും ആ ഒരു സങ്കടവും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ പേരിലാണ്. അതായത് നമ്മുടെ സുധി മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ ആ ഒരു ഗന്ധമൊക്കെ എടുത്തിട്ട് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കിയല്ലോ. സംഭവമൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു സ്ത്രീയോട് കൂടുതൽ താല്പര്യവും ആ ഒരു സഹതാപവും ഒക്കെ ഉണ്ടായത്. അല്ലാണ്ട് സുധി എന്ന് പറയുന്ന വ്യക്തി അത്രയും വലിയ കലാകാരനായതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സ്ത്രീയെ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് തലയെ കൊണ്ട് നടന്നതൊന്നുമല്ല. സഹതാപത്തിന്റെ പേരില് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സുധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്രയും വലിയ ഒരു കലാകാരനൊന്നും ആയിരുന്നില്ല, ആവറേജ് അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ രേണുവിന്റെ സങ്കടം, ഭർത്താവിന്റെ ആ ഒരു മരണപ്പെട്ട സമയത്ത് ഇട്ടിരുന്ന ആ ഒരു വസ്ത്രത്തിന്റെ ഗന്ധം എടുത്തിട്ട് ലക്ഷ്മി നക്ഷത്രയെ കൂട്ടുപിടിച്ചിട്ട് ആ പുള്ളിക്കാരത്തി ആ ഒരു പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കി എടുത്തതിന്റെയൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്ക് ഇവരോട് കൂടുതൽ സ്നേഹം തോന്നുകയും ആ ഒരു സഹതാപത്തിന്റെ പേരിലാണ് ശരിക്കും ജനങ്ങൾ ഇവരെ നെഞ്ചിലേറ്റിയത് എന്നുള്ള കാര്യമാണ് വാസ്തവം. അല്ലാണ്ട് സുധി അനശ്വര കലാകാരനായതുകൊണ്ടൊന്നും അല്ല. പിന്നെ സുധിയെ പറ്റിയിട്ട് പറയുമ്പോൾ സുധി ഒരു പാവം മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം എന്ന് പറഞ്ഞാല്. പുള്ളിക്കാരൻ മുമ്പ്
സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കിച്ചു കുഞ്ഞായിരുന്ന സമയത്ത് കിച്ചുവിനെയൊക്കെ കൊണ്ടുപോകുന്നതും അവിടെ തൊട്ടിൽ കെട്ടിയിട്ട് കിച്ചുവിനെ കിടത്തി ഉറക്കിയ ആ ഒരു കഥകളൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് അത് കേട്ടിട്ടുള്ള സിമ്പതിയൊക്കെ കൊണ്ടിട്ടാണ് ശരിക്കും ഈ ഒരു ഫാമിലിയോട് എല്ലാവർക്കും കൂടുതൽ സ്നേഹം തോന്നിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, ഇപ്പോ കൊച്ചിൻ ഖനീഫ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടിട്ട് എത്രയോ കാലമായി. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം കാണിക്കാൻ പോലും നമ്മളൊന്നും അവരെ ആരെയും കണ്ടിട്ടില്ല ഇതുവരെയും എന്ന് കരുതിയിട്ട് അവരാരും പുറത്ത് വരരുത്, അവര് വീടിനകത്ത് തന്നെ ഇങ്ങനെ ഭർത്താവ് മരണപ്പെട്ടാൽ സ്ത്രീകൾ കയറി ഇരിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ ഒരു സ്ത്രീക്ക് ആവശ്യത്തിലധികം ബിൽഡപ്പ് കൊടുത്തത് നിങ്ങളിൽ ഓരോരുത്തരും തന്നെയാണ്. പാവം കൊച്ച്, പാവം കുട്ടി. നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് രഹ്ന, നമ്മുടെ മരണപ്പെട്ടു പോയ നവാസിന്റെ ഭാര്യ രഹ്ന. അദ്ദേഹത്തിന്റെ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ അവസാനമായിട്ടുള്ള സിനിമ, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്ന രഹ്നയുടെ അടുത്ത് 4 ചുറ്റും നിന്ന് വളഞ്ഞിട്ട് കുറെ അവന്മാർ വന്നിട്ട് ചോദിച്ച ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് പരമാവധി അവര് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഈ നാറികളുടെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെയൊക്കെ ചാനലിന് അവന്റെ അമ്മൂമ്മയുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വിടത്തില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ അവസാനം ആ ഒരു കൊച്ചിനെ കരയിപ്പിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി അല്ലേ. നമ്മളെല്ലാവരും അത് സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട് ആളുകൾ. അതേസമയം ആ ഒരു രഹ്ന വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാല് വെള്ള കളറിലുള്ള ഒരു ചുരിദാറായിരുന്നു അവർ ഇട്ടിരുന്നത്. ഈ പാവം കൊച്ചു പൊക്കളും കാണിച്ച് അരക്കെട്ടും കാണിച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വിധവകൾ എന്താ വെള്ള ഡ്രസ്സ് എടുത്തിരിക്കണോ, വിധവകൾ എന്താ കളർ ഡ്രസ്സ് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വിധവകളൊന്നും വെള്ള ഡ്രസ്സൊക്കെ ഇടുന്ന കാലമേ കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? സതിയൊക്കെ നിരോധിച്ചത് നിങ്ങൾ ആരും അറിഞ്ഞില്ല എന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ വിധവ എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അതേസമയം മരണപ്പെട്ടുപോയ നവാസിന്റെ ഭാര്യ വന്ന സമയത്ത് ആ ഒരു കുട്ടി ഇട്ടിരുന്നത് വെള്ള ഡ്രസ്സായിരുന്നു, വെള്ള ചുരിദാറായിരുന്നു, വെള്ള ഷോളായിരുന്നു. ഒരു വിധവ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അവർ വന്നിരുന്നത്. അതൊന്നും പ്രഹസനമായിരുന്നില്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന അവരുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവര് ശരിക്കും ഒതുങ്ങി കഴിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഈ പാവം കൊച്ചിന്റെ ചൂട്ടും പിടിക്കാനായിട്ട് ഇവിടെ ഒരുത്തികളും ഒരുത്തന്മാരും വരാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അനാവശ്യമായിട്ട് എന്റെ കമന്റ് ബോക്സിനകത്ത് മെഴുകാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല വൃത്തിക്ക് പ്രതികരിക്കും. അത് പലർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ചും ബിന്ദു എന്ന് പറയുന്ന ഒരു കമന്റോളി. അപ്പൊ ഈ ഒരു ബിന്ദു എന്ന് പറയുന്ന കമന്റോളി ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മറഞ്ഞോ നേരെ എങ്ങനെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ബിന്ദു അനാവശ്യമായിട്ട് വന്ന് കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിനപ്പുറം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും. അത് മാത്രമല്ല, ബിന്ദുവിന്റെ ID ഞാൻ പുറത്തിടും. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും